പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത ശിക്ഷ നൽകാനൊരുങ്ങി ഭാരതം. അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതിക്ക് വധശിക്ഷ. CBI ഓഫീസർ ചമയാൾക്കെതിരെ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിൽ ജോയിന്റ് ഡയറക്ടർക്കും നിർണായക പങ്കെന്ന് അന്വേഷണ റിപ്പോർട്ട്. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ജമ്മുകാശ്മീരിൽ ഭീകര പോരാട്ടം ശക്തമാക്കിയ സൈന്യം. ഉധംപൂരിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. നിയന്ത്രണ രേഖയിൽ അതീവ ജാഗ്രതയാണ്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ തെളിവാവശ്യപ്പെട്ട പാകിസ്ഥാൻ കറാച്ചി തീരത്ത് മിസൈൽ പരീക്ഷണത്തിന് അനുമതി നൽകി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുന്നതോടൊപ്പം ജമ്മു കശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ സൈന്യം ശക്തമാക്കി. അതിർത്തി മേഖലകളിൽ ഏത് സാഹചര്യവും നേരിടാൻ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. പഞ്ചാബ്, ഹിമാചൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സേനാ യൂണിറ്റുകൾ ജമ്മു കശ്മീരിൽ വിന്യസിച്ചു. പൂഞ്ച്, ഉധംപൂർ, ബാരാമുള്ള മേഖലകളിൽ പരിശോധനയും ഏറ്റുമുട്ടലും തുടരുകയാണ്. ബാരാമുള്ളയിൽ 2 ഭീകരരെ വധിച്ചു. ഉധംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. ഡൽഹി, മുംബൈ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും സുരക്ഷ ശക്തമാക്കി. അതേസമയം വീണ്ടും പ്രകോപനപരമായ നടപടിയുമായി പാകിസ്ഥാൻ രംഗത്തെത്തി. കറാച്ചി തീരത്ത് ഇന്നും നാളെയും മിസൈൽ പരീക്ഷണം നടത്താനാണ് തീരുമാനം. കൂടാതെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് തെളിവ് നൽകണമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നതായി ഭാരതം അന്താരാഷ്ട്ര തലത്തിൽ തുറന്നുകാട്ടുന്നതിന് പിറകെയാണ് പാക് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന. ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയും ആയുധ പരിശീലനവും നടന്നത് പാകിസ്ഥാനിലാണെന്ന് കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി. ജനം, ഡൽഹി. വികസനവും ശാന്തതയും ഇല്ലാതാക്കുകയായിരുന്നു പഹൽഗാമിലെ കൂട്ടക്കുരുതിയിലൂടെ ഇസ്ലാമിക ഭീകരൻ ലക്ഷ്യമിട്ടതെന്ന് തൃശൂർ സ്വദേശി വിജയകുമാർ. ഭീകരാക്രമണം നടക്കുന്നതിന് തലേ ദിവസമാണ് വിജയകുമാർ അടക്കമുള്ള സംഘം പഹൽഗാമിൽ സന്ദർശനം നടത്തിയത്. സനുക്കെ സജീവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കശ്മീരിലെ പഹൽഗാമിൽ ഇസ്ലാമിക ഭീകരർ നടത്തിയ കൂട്ടക്കുരുതിയുടെ നടുക്കത്തിലാണ് രാജ്യം. ആ ഒരു നടുക്കം നമ്മുടെ എല്ലാ മേഖലകളിലും രാജ്യത്തെ എല്ലാ പൗരന്മാരുടെ ഹൃദയത്തെയും കീറി മുറിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പഹൽഗാമിൽ ഈ അക്രമം നടക്കുന്നതിന്റെ തലേ ദിവസം ആ പഹൽഗാമിലെത്തി ആ കശ്മീരിന്റെ സൗന്ദര്യമൊക്കെ കണ്ടറിഞ്ഞ ഒരാൾ നമ്മളോട് കൂടി ചേരുകയാണ്. തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള വിജയകുമാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്തായിരുന്നു ഈ പഹൽഗാമില് അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ആദ്യം തന്നെ ചോദിക്കാനുള്ള അവിടുത്തെ ആ പ്രദേശത്തിന്റെ രീതിയൊക്കെ എങ്ങനെയാണ്? കാശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കേട്ട അറിവുള്ളൂ. പക്ഷേ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ മഞ്ഞുമലകളും മറ്റുള്ള വളരെ വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ നിയമങ്ങളും ഓരോ കാര്യങ്ങളും മാറിയതിന് ശേഷം കണ്ടമാനം ആൾക്കാർ വിനോദസഞ്ചാരികൾ കാശ്മീരിലേക്ക് വന്നിട്ടുണ്ട് വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കാലാവസ്ഥയും അതുപോലെ തന്നെ മഞ്ഞുമലകൾ, അതുപോലെ മറ്റൊരുപാട് സൗകര്യങ്ങൾ, കാര്യങ്ങൾ, രസകരമായിട്ടുള്ള കാഴ്ചകൾ കാണാനുള്ള ഒരു ഏരിയയാണ് കാശ്മീർ എന്ന് പറഞ്ഞു കേട്ട പോലെ തന്നെ അറിവാണ് അവിടെയുള്ളത്. അതേപോലെ തന്നെ ഈ പ്രാദേശിക പിന്തുണ ഇല്ലാതെ അവിടെ ഒരു ഇത്തരത്തിലൊരു അക്രമം നടത്താൻ ഈ തീവ്രവാദികൾക്ക് സാധിക്കും. അതേപോലെ തന്നെ ഈ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയവരും അതേപോലെ തന്നെ ഈ മുൻ സൈന്യത്തിലുള്ള ആളുമൊക്കെ ഈ ഒരു തീവ്രവാദി അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഈ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും അതേപോലെ തന്നെ ഈ അക്രമം നടത്തിയതും ഈ പാകിസ്ഥാനിലെ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് കയറി വരാനുള്ള സാധ്യതയും സാഹചര്യവും ഒക്കെ ഈ പഹൽഗാമിലുണ്ടോ? അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിലിറ്ററി, ഇപ്പോൾ ഹൈവേയിലും അതുപോലെ തന്നെ മാർക്കറ്റിലൊക്കെ മിലിറ്ററി, CRPF-ഉം ഭയങ്കര ശക്തമായിട്ടുള്ള ഇതുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. പക്ഷേ ഈ പഹൽഗാം പോലെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് 2-3-4 കിലോമീറ്റർ ഉള്ളിൽ കുന്നിൻ്റെ പുൽമേടുകളിലാണ്. അവിടെ പ്രൊട്ടക്ഷൻ ഇത്തിരി കുറവാണ്. കാരണം വെച്ചാണെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് വരാൻ അവരെ ഭയപ്പെടുത്താത്ത രീതിയിലാണ് അവിടുത്തെ സംവിധാനങ്ങൾ അവരൊരിക്കലും തോന്നുന്നു. പിന്നെ മാത്രമല്ല, പുറത്തുനിന്നുള്ള ടെററിസ്റ്റുകൾക്ക് വളരെ പെട്ടെന്ന് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റും. അത് പ്രത്യേകിച്ച് അവിടെയുള്ള
കുറച്ച് പേരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ അതിനുള്ളിലേക്ക് കയറിയ വശം തന്നെ എനിക്ക് തോന്നിയത് ചുറ്റുപാടും ഈ പുലിമേടിൻ്റെ ചുറ്റുപാടും പൈൻ മരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ പൈൻ മരങ്ങളുടെ ഇടയിലേക്ക് പോകാൻ പറ്റില്ല. അത് മാത്രമല്ല ജാലിയൻവാലാ ബാഗ് പോലെയുള്ള ഒരു അവസ്ഥയാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എവിടേക്കും ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. വളരെ ഈസി ആയിട്ട് ടെററിസ്റ്റുകൾക്ക് വന്ന് ഭീകരാക്രമണം നടത്താൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ അവിടെയുണ്ട്. പക്ഷേ അത് അതിൻ്റെ പ്രൊട്ടക്ഷനും മറ്റുള്ള കാര്യങ്ങളും സഞ്ചാരികളെ പേടിപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടാണെന്നുകൊണ്ട് ഗവൺമെൻറ് കുറച്ച് ലിബറലൈസ് ചെയ്യുമെന്ന് തോന്നുന്നു. പിന്നെ മുസ്ലിം സഹോദരന്മാരുടെ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നല്ല പ്രൊട്ടക്ഷനും നല്ല സപ്പോർട്ടും അവിടെയുള്ള സഞ്ചാരികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കശ്മീരിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന ആർട്ടിക്കിൾ 370 ആ വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം അവിടുത്തെ എല്ലാ ടൂറിസം മേഖലയിലും അവിടുത്തെ സാമൂഹിക ജീവിതക്രമത്തിലടക്കം വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് ഈ ടൂറിസം മേഖല സജീവമായതോടുകൂടി അവിടുത്തെ പ്രാദേശിക തലത്തിലെ ജീവിക്കുന്ന ആളുകളുടെയൊക്കെ ജീവിത നിലവാരമൊക്കെ വളരെ അധികം ഉയർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. 100% വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾ മാറിയതിന് ശേഷം അതുപോലെ ഈ നിയമങ്ങൾ മാറിയതിന് ശേഷം അവിടുത്തെ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. അവിടെ കണ്ടമാന ബിസിനസ്സുകൾ, തുണി വ്യാപാരമാണെന്നുണ്ടെങ്കിലും അതുപോലെ നട്ട്സായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ, അതുപോലെ ട്രാവൽസ്, ടൂറിസം, റിസോർട്ടുകൾ, ഇതൊക്കെ ഭയങ്കരമായിട്ട് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു പ്രൊജക്റ്റ് അനുസരിച്ച് ടനലുകൾ, അതുപോലെ ഹൈവേകൾ, ഭയങ്കര മാറ്റമാണ്. നമുക്ക് വിശ്വസിക്കാം അവിശ്വസനീയമായ മാറ്റമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വളർച്ചയ്ക്ക് തടയിടുക, അല്ലെങ്കിൽ ഈ കശ്മീരിലേക്ക് വിദേശ വിനോദസഞ്ചാരികളും ഒപ്പം ആഭ്യന്തര വിനോദസഞ്ചാരികളും എത്തുന്നതിന് ഒരു തടയിടുക എന്ന് ഉള്ള ലക്ഷ്യത്തിലല്ലേ പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി ഈ ഒരു അറ്റാക്ക് ഇപ്പൊ നടന്നിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും ഇത് വിനോദസഞ്ചാരികൾ അവിടെ വരാൻ പാടില്ല, ഒരു ഭീതി ജനിപ്പിക്കാൻ വേണ്ടിയിരുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ അവർ നിഷ്കരണം കൊന്നുകളഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അതിന് തടയിടാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ള 100% ഉറപ്പാണ്. തീർച്ചയായിട്ടും ഈ അക്രമം നടന്ന സ്ഥലത്ത് അതിന്റെ തൊട്ട് തലേ ദിവസം എത്തിയ വിജയകുമാർ ഒരു ഞെട്ടലിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കശ്മീരിലെ ആർട്ടിക്കിൾ 370 ആ വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം വിനോദസഞ്ചാര മേഖലയിലടക്കം വലിയൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു കുതിച്ചുചാട്ടത്തിന് തടയിടുക, അവിടുത്തെ സാമ്പത്തികമായിട്ടും അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം നശിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ഇസ്ലാമിക ഭീകരവാദികളുടെ ഈ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ മനു കൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശൂർ. അമ്പലമുക്ക് വിനീത കൊലക്കേസ് പ്രതി രാജേന്ദ്രനെ കൊലക്കയർ. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വധശിക്ഷയ്ക്ക് പുറമെ 8 ലക്ഷം രൂപ പിഴയും. വിനീത കൊല്ലപ്പെട്ടത് 2022 ഫെബ്രുവരി 6-നാണ്. പ്രതി മുൻപും സമാനമായ കൊലപാതകം നടത്തിയിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രൻ സീരിയൽ കില്ലർ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് കൊലക്കയർ. തിരുവനന്തപുരം അഡീഷണൽ സെഷൻ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. വധശിക്ഷയ്ക്ക് പുറമെ 8 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻ ജഡ്ജ് പ്രസോദ് മോഹനാണ് ശിക്ഷ വിധിച്ചത്. വിനീതയിൽ നിന്നും പ്രതി കവർന്നെടുത്ത 4.5 പവൻ സ്വർണ്ണമാലയും വിനീത ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും കുട്ടികൾക്ക് വിട്ടു നൽകാനും കോടതി ഉത്തരവിട്ടു. പ്രതിക്കിപ്പോ കൊലപാതകത്തിന് വധശിക്ഷയാണ് കോടതി വിധിച്ചിട്ടുള്ളത്. കൂടാതെ 4 ലക്ഷം രൂപ പിഴയും ഒടുക്കിയിട്ടുണ്ട്. 2 കവർച്ച 394, 2 വിത്ത് 397. കവർച്ചയ്ക്ക് ജീവപര്യന്തം കഠിന തടവും 4 ലക്ഷം രൂപ ഫൈനും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ക്രിമിനൽ ട്രെസ്പാസ് 447 സെക്ഷൻ, അതിന് 3 മാസവും 500 രൂപ ഫൈനും. പിന്നെ തെളിവുകൾ നശിപ്പിക്കലിന് 7 വർഷവും 10,000 രൂപ ഫൈനുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ നഷ്ടപരിഹാരം ഈ വിക്ടിം കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും ഈ മരണപ്പെട്ട വിനിതയുടെ കുട്ടികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. മാത്രമല്ല ഫൈൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് 4 ലക്ഷം രൂപ വിനിതയുടെ കുട്ടികൾക്കും കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞത്. എന്തായിരുന്നാലും
ഏറ്റവും നല്ല ഒരു ശിക്ഷാവിധിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തു വന്നത്. തമിഴ്നാട്ടിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് രാജേന്ദ്രൻ. പ്രതി നടത്തിയ 4 കൊലപാതകങ്ങളിൽ 3 പേരും സ്ത്രീകളാണ്. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും കോർത്തിണക്കിയാണ് പ്രോസിക്യൂഷൻ കേസ് തെളിയിച്ചത്. രാജേന്ദ്രൻ ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിംഗിൽ പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് കൊലപാതകങ്ങൾ നടത്തിയിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. 2022 കൊറോണ കാലത്ത് തിരുവനന്തപുരം പേരൂർക്കട അമ്പലമുക്കിലെ അലങ്കാര ചെടിക്കടയിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ വന്നിരുന്ന നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശിനി വിനീതയെ പ്രതി രാജേന്ദ്രൻ കഴുത്തിന് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. കൊച്ചിയിൽ CBI ഓഫീസർ ചമഞ്ഞയാൾക്കെതിരെ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. CBI ഓഫീസർ എന്ന വ്യാജേന കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയെന്നാണ് പരിശോധിക്കുന്നത്. വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ CBI ഓഫീസർ ചമഞ്ഞയാളെ പനങ്ങാട് പോലീസ് തിങ്കളാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം നെട്ടൂർ സ്വദേശി അബ്ദുൾ സലാമായിരുന്നു പിടിയിലായത്. റഷീദ് സലാം എന്ന പേരിലാണ് വ്യാജ ID കാർഡ് നിർമ്മിച്ചിരുന്നത്. CBI കൊച്ചി യൂണിറ്റിൽ DYSP എന്ന വ്യാജേനയാണ് ആളുകളെ പരിചയപ്പെടുകയും ചെയ്തത്. സാമ്പത്തിക തട്ടിപ്പുകൾക്കും CBI ഉദ്യോഗസ്ഥനെന്ന തിരിച്ചറിയൽ രേഖകൾ ദുരുപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് സംശയം. പനങ്ങാട് പോലീസ് ഇൻസ്പെക്ടർ സാജു ആന്റണിയുടെ നേതൃത്വത്തിൽ നെട്ടൂർ INTUCക്ക് സമീപം പെട്രോളിംഗ് നടത്തുമ്പോഴായിരുന്നു പോലീസ് CBI സ്റ്റിക്കറുകൾ ഒട്ടിച്ച കാർ സംശയകരമായി കണ്ടെത്തിയത്. കാർ പിന്തുടർന്ന പോലീസിന് അസറ്റ് ക്യാൻവാസിൽ താമസിക്കുന്ന അബ്ദുൾ സലാമിന്റേതാണ് വാഹനമെന്ന് വ്യക്തമായി. തുടർന്ന് പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘം ID കാർഡ് കാണിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയിരുന്നില്ല. റിട്ടയർഡ് DYSP ആണെന്നായിരുന്നു മറുപടി. ഫ്ളാറ്റിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വ്യാജ ID കാർഡും കണ്ടെത്തിയിരുന്നു. കൊച്ചി CBI ഓഫീസിൽ ഈ പേരിൽ ഉദ്യോഗസ്ഥരാരും ഉണ്ടായിരുന്നില്ല. ഇതോടെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. മറ്റ് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഇയാൾ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വിവരങ്ങൾ ചോർത്താൻ പ്രതി ശ്രമിച്ചിരുന്നോ എന്നും സംശയിക്കുന്നുണ്ട്. ജനം, കൊച്ചി. തൃശൂർ പുതുക്കാട് ആനന്ദപുരത്ത് സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ജ്യേഷ്ഠൻ അനുജനെ കൊലപ്പെടുത്തി. ആനന്ദപുരം സ്വദേശി 29 വയസ്സുള്ള യദു കൃഷ്ണനാണ് മരിച്ചത്. ജ്യേഷ്ഠൻ വിഷ്ണുവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി ആനന്ദപുരം കള്ളുഷാപ്പിലാണ് സംഭവം നടന്നത്. ഇവരുടെ വീട്ടിൽ വെച്ച് അന്നേ ദിവസം രാവിലെ വിഷ്ണുവും രണ്ടാനച്ഛനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജ്യേഷ്ഠനും അനുജനും തമ്മിലും തർക്കം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം ഷാപ്പിൽ വെച്ച് തർക്കം വീണ്ടും ഉണ്ടായത്. ഷാപ്പിൽ നിന്നും കള്ളുകുപ്പിയും പട്ടികയും എടുത്താണ് ജ്യേഷ്ഠൻ വിഷ്ണു അനുജൻ യദുകൃഷ്ണന്റെ തലയിലും ദേഹത്തും മർദ്ദിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ യദുകൃഷ്ണനെ പിന്നീട് ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി 11 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തുന്നതിന് മുൻപേ വിഷ്ണു സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി വിഷ്ണുവിനെ പ്രദേശത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും പിടികൂടുകയായിരുന്നു. ജനം, തൃശൂർ. കൊല്ലം പൂയപ്പള്ളി ഇരിമാംകുന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിയുടെ വീട്ടിൽ മോഷണം. ഉമ്മന്നൂർ പാറങ്കോട് മുല്ലശ്ശേരി മഠത്തിലെ കൃഷ്ണൻ പൂറ്റിയുടെ വീട്ടിൽ നിന്നും 15 പവൻ സ്വർണവും 50,000 രൂപയും മോഷ്ടിച്ചതായാണ് പരാതി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാത്രിയിൽ വീട്ടുകാർ ഉറങ്ങിക്കിടന്നപ്പോഴാണ് മോഷണം നടക്കുന്നത്. രാവിലെ കൃഷ്ണൻ പോറ്റിയുടെ ഭാര്യ ശാന്ത ഉണർന്നപ്പോൾ തന്റെ കഴുത്തിൽ കിടന്ന 1.5 പവന്റെ മാല നഷ്ടമായതറിഞ്ഞു. തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബാക്കിയുള്ള സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടത് തിരിച്ചറിയുകയായിരുന്നു. കട്ടിലിന്റെ മെത്ത ഉയർത്തി അതിനടിയിൽ നിന്നും താക്കോലെടുത്ത് തുറന്നാണ് മോഷ്ടാവ് സ്വർണവും പണവും അപഹരിച്ചത്. വീട്ടുകാർ പൂയപ്പള്ളി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പുലർച്ചെയോടെ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വീട്ടിൽ ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടെ എത്തിച്ച് പരിശോധന നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. 10ഓളം വരുന്ന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായാണ് വിവരം. പൂയപ്പള്ളി SI രജനീഷ് മാധവന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സമാന രീതിയിലുള്ള മോഷണങ്ങൾ ജില്ലയിൽ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. തൊട്ടടുത്ത വീടുകളിലും ഈ ദിവസങ്ങളിൽ രാത്രി സമയം മോഷണ ശ്രമം നടന്നതായും പോലീസ് അറിയിച്ചു. ജനം, കൊല്ലം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്നു. ഇന്നലെ രാത്രിയാണ് കാട്ടാക്കട പെരുങ്കുളം മുതയിൽ സുനിൽകുമാറിന്റെ വീട്ടിൽ മോഷണം നടന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
കാട്ടാക്കട പെരുങ്കുളം സുനിൽകുമാറിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത്. 7 പവൻ സ്വർണവും 60,000 രൂപയും മോഷ്ടാക്കൾ കവർന്നു. രാത്രി 8-നും 10-നും ഇടയിലാണ് മോഷണം എന്നാണ് പ്രാഥമിക നിഗമനം. വീടിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്തു കടന്നായിരുന്നു മോഷണം. അലമാര കുത്തി തുറന്നതോടൊപ്പം 2 മുറികളിലായി ഉണ്ടായിരുന്ന മേശയിലെ സ്വർണവും പണവും നഷ്ടമായിട്ടുണ്ടെന്നും വീട്ടുകാർ പറയുന്നു. പിന്നീടാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ആരോ അകത്ത് കയറിയിട്ടുണ്ടെന്ന്. അങ്ങനെ 3 ഡോറ് ബാക്കിൽ നിന്നുള്ള 3 ഡോറ് പിന്നെ പൊളിച്ചാണ് അകത്ത് ആരോ കയറിയത്. മേശക്കകത്തിരുന്ന കുറച്ച് സ്വർണം, പിന്നെ മേശക്കകത്തിരുന്ന കുറച്ച് ക്യാഷ്, പിന്നെ ബാക്കിയുള്ള അലമാരകളെല്ലാം പൊളിച്ച് അതിൻ്റെ എല്ലാം പിന്നെ തുണികളും അതിനകത്തിരുന്ന സാധനങ്ങളും എല്ലാം മാറി വെളിയിലിട്ടു. ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷേ ഇത് എങ്ങനെയാണ് വന്നെന്ന് അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു മോഷണം നടക്കുന്നത്. ഉടൻ തന്നെ കാട്ടാക്കട പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനയും നടത്തി. വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തിയിട്ടുണ്ട്. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു വരികയാണ്. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് ആരാമ്പ്രത്ത് 2 ഇടങ്ങളിൽ നിന്നായി 100 ഗ്രാം MDMA പിടിച്ചെടുത്തു. ആരാമ്പ്രം സ്വദേശി റിൻഷാദ്, നരിക്കുനി പുല്ലാളൂർ സ്വദേശി മുഹമ്മദ് ഷാജിൽ എന്നിവരെ ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്തു. പ്രദേശത്തെ കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താനെത്തിച്ച MDMA ആണ് പിടിച്ചെടുത്തത്. കുന്നമംഗലം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് ആരാമ്പ്രത്ത് വെച്ച് കാറിൽ വിൽപ്പനയ്ക്കെത്തിച്ച MDMAയുമായി മുഹമ്മദ് ഷാജിൽ പിടിയിലാകുന്നത്. സമീപത്തെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താനാണ് പ്രതി MDMA എത്തിച്ചത്. ആക്ടീവ സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കെത്തിച്ച MDMAയുമായാണ് റിൻഷാദ് പിടിയിലാകുന്നത്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കുന്നമംഗലം പോലീസിന്റെ പിടിയിലായ റിൻഷാദ് കുറച്ചുനാളുകളായി ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇതര സംസ്ഥാനത്ത് നിന്ന് MDMA എത്തിച്ച് വിൽപ്പന നടത്തുന്നതാണ് പ്രതിയുടെ രീതി. പ്രതി റിൻഷാദ് മയക്കുമരുന്ന് സംഘത്തിലെ ഒരു കണ്ണി മാത്രമാണെന്നും പ്രതിക്ക് എവിടെ നിന്നാണ് MDMA ലഭിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇനി അന്വേഷണ സംഘം പരിശോധിക്കുക. അറസ്റ്റിലായ ഇരുവരുടെയും ഫോൺ രേഖകളും പരിശോധിക്കും. ജനം, കോഴിക്കോട്. കൊല്ലം കൊട്ടാരക്കരയിൽ 20 ഗ്രാമിലധികം MDMA പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഡിവൈഎഫ്ഐ നേതാവിനെ MDMAയുമായി കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. രക്ഷപ്പെട്ട 3 പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. കൊട്ടാരക്കര ചിരട്ടക്കുളം കോക്കാട് റോഡിലാണ് കാറിലെത്തിയ സംഘം MDMA കൈമാറിയത്. പോലീസ് എത്തിയതോടെ കാറിലുണ്ടായിരുന്ന 3 പേർ രക്ഷപ്പെട്ടു. MDMA വാങ്ങാനെത്തിയ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി മുഹ്ഫിനെ പോലീസ് പിടികൂടിയിരുന്നു. വിൽപ്പനയ്ക്കായാണ് പ്രതികൾ വൻതോതിൽ MDMA കൊണ്ടുവന്നത്. രക്ഷപ്പെടുന്നതിനിടെ 2 പൗച്ചുകളിലായി സൂക്ഷിച്ചിരുന്ന MDMA റോഡിൽ കളയുകയും ചെയ്തു. അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവിൽ നിന്നും 20-ലധികം ഗ്രാം MDMA കണ്ടെടുത്തു. അറസ്റ്റ് നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. കാറിലുണ്ടായിരുന്നത് തൗഫീഖ്, ഫയാസ്, മിൻഹാജ് എന്നിവരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. MDMAയുടെ ഉറവിടവും പ്രതികളുടെ മറ്റു ബന്ധങ്ങളും പോലീസ് പരിശോധിച്ചു വരുന്നു. പ്രദേശത്ത് ഡാൻസ് ഓഫ് ടീമും പോലീസും ലഹരി പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ജനം, കൊല്ലം. ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിൽ ജോയിന്റ് ഡയറക്ടർക്കും നിർണായക പങ്കിന് അന്വേഷണ റിപ്പോർട്ട്. സെയിൽസ് വിഭാഗം ജോയിന്റ് ഡയറക്ടർ രാജ് കപൂർ ക്ഷേമനിധി ബോർഡിൽ വെൽഫെയർ ഓഫീസറായിരുന്നപ്പോഴാണ് ക്ലർക്ക് കെ സംഗീത് കോടികൾ തട്ടിയത്. സംഗീതിനെ കൂടാതെ 6 ഉദ്യോഗസ്ഥർക്കും വീഴ്ച സംഭവിച്ചതായി ജില്ലാ ലോട്ടറി ഓഫീസർ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തി. റിപ്പോർട്ട് ലഭിച്ചിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ ലോട്ടറി വകുപ്പ് ഡയറക്ടർ. ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിൽ ജില്ലാ ലോട്ടറി ഓഫീസർ വൈ മുഹമ്മദ് റിജാം KS ഏപ്രിൽ 14 സമർപ്പിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ ലോട്ടറി വകുപ്പ് അടയിരിക്കാൻ തുടങ്ങിയിട്ട് 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. റിപ്പോർട്ട് അനുസരിച്ച് നടപടി സ്വീകരിക്കാനോ തുടരന്വേഷണം നടത്താനോ വകുപ്പ് തയ്യാറായിട്ടില്ല. തട്ടിപ്പിൽ ഉൾപ്പെട്ട കെ സംഗീതടക്കമുള്ള 7 ഉദ്യോഗസ്ഥരും ഭരണാനുകൂല സംഘടനകളിൽപ്പെട്ടവരാണ്. നടപടിയെടുക്കാതിരിക്കാൻ സംഘടന സമ്മർദ്ദം ചെലുത്തുന്നതായാണ് വിവരം. അതേസമയം ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 2018 മുതൽ 20 വരെ ക്ഷേമനിധി ബോർഡിൽ ജോലി ചെയ്തിരുന്ന ജൂനിയർ സൂപ്രണ്ട്, സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർ എന്നിവർക്ക് ഗുരുതര
വിട്ടുവീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. അന്നത്തെ സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർ ഒപ്പിട്ട ശേഷമാണ് ചെക്കുകൾ ക്ലർക്ക് കെ സംഗീത ബാങ്കിന് കൈമാറിയത്. ശേഷം രേഖകൾ നശിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. തട്ടിപ്പിൽ ഉൾപ്പെട്ടവരിൽ ഒരാളൊഴികെ മറ്റുള്ളവരെല്ലാം നിലവിൽ സർവീസിൽ തുടരുന്നവരാണ്. ഇവർക്കെതിരെ നടപടിയും തുടരന്വേഷണവും വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതിയായ സംഗീത മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ തുടരുന്നു. ക്ഷേമനിധി തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണവും ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനയും നടക്കുന്നുണ്ട്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ SFIO കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ. കേസിൽ വീണ മുഖ്യകണ്ണിയെന്ന് SFIO വ്യക്തമാക്കി. 2.78 കോടി രൂപ വീണ തട്ടിയെടുത്തുവെന്നും SFIO കണ്ടെത്തിയിട്ടുണ്ട്. പ്രവർത്തിക്കാത്ത കൺസൾട്ടിംഗ് സ്ഥാപനത്തിനാണ് CMRൽ പണം നൽകിയത്. എക്സാലോജിക്കിന് പ്രതിമാസം ലഭിച്ച 3 ലക്ഷം രൂപയ്ക്ക് പുറമെ 5 ലക്ഷം രൂപ കൂടി വീണയ്ക്ക് നൽകി വന്നിരുന്നു. പ്രതിവർഷം 66 ലക്ഷം രൂപ ബാധ്യതയുണ്ടായ എക്സാലോജിക്കിന്റെ പ്രധാന വരുമാന സ്രോതസ് CMRലായിരുന്നു. IT ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റായാണ് വീണയെ നിയമിച്ചത്. IT സേവനങ്ങളൊന്നും നൽകാതെ തന്നെ CMRൽ കൃത്യമായി പണം നൽകി വന്നു. തട്ടിപ്പിൽ വീണ പ്രധാന പങ്കുവഹിച്ചെന്നും SFIO കുറ്റപത്രത്തിലുണ്ട്. 2.78 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും SFIO കണ്ടെത്തി. 2017-2019 കാലത്തായിരുന്നു CMRലുമായുള്ള ഇടപാടുകൾ. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7-ലാണ് SFIO റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾക്ക് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. SFIO റിപ്പോർട്ടിലെ അനുബന്ധ രേഖകൾ കൂടി EDയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, കൊച്ചി. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതിയിൽ 7.16 കോടി രൂപ ചെലവാക്കിയുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയുടെ റോഡ് നിർമ്മാണത്തിൽ അപാകതയെന്ന പരാതി. പാലക്കാട് കടമ്പഴിപ്പുറം വായില്യകുന്ന് മണ്ടഴി റോഡ് നിർമ്മാണത്തിലാണ് അപാകതയുണ്ടെന്ന പരാതിയുമായി BJP രംഗത്തെത്തിയിരിക്കുന്നത്. കടമ്പഴിപ്പുറം വായില്യകുന്ന് മണ്ടഴി റോഡിൽ 6.5 കിലോമീറ്റർ ദൂരമാണ് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതിയിൽ 7.16 കോടി രൂപ ചിലവാക്കി നിർമ്മിക്കുന്നത്. എന്നാൽ പണി പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് വേനൽ മഴയിൽ മണ്ടഴി ഇല്ലിപ്പുറം തോടിൽ പാടത്തിന് കുറുകെയുള്ള പാലം റോഡിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞത്. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. നിർമ്മാണത്തിൽ വലിയ രീതിയിലുള്ള അപാകത ഉള്ളതിനാലാണ് ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ പാർശ്വഭിത്തി ഇടിഞ്ഞതെന്ന് BJP ആരോപിച്ചു. തോടാണ് ഈ താഴെയുള്ളത്. ആ തോട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി പോലും ഇതിൻ്റെ ഭാഗമായിട്ട് ഇട്ടിട്ടില്ല. അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 3 കല്ല് ഇങ്ങനെ വെക്കാന്നല്ലാതെ ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് നടത്തുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ട് വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ തയ്യാറാവാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഈ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത്. പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ സർക്കാർ വന്നതിന് ശേഷം എല്ലാ പദ്ധതികളും കൂടുതൽ എടുക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. അവർ നടത്തുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനത്തിലും വ്യാപകമായിട്ടുള്ള ക്രമക്കേടും അഴിമതിയും ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അവർ നടത്തുന്ന റോഡുകൾ പൊളിഞ്ഞിട്ടുള്ളതും പാലങ്ങൾ പൊളിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പും ധാരാളം ഉണ്ടായിട്ടുണ്ട്. 15 മിനിറ്റോളം മാത്രം പെയ്ത മഴയിൽ ഇതാണ് റോഡിന്റെ അവസ്ഥയെങ്കിൽ മഴക്കാലം എത്തിയാൽ സ്ഥിതി എന്തായിരിക്കുമെന്നും നേതാക്കൾ ചോദിച്ചു. പ്രധാനമായിട്ട് ഇത് 10 അടി ഉയരത്തോളം വരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് ഒരു സ്ലോപ്പ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ സൈഡ് കെട്ടാൻ. അങ്ങനെ സ്ലോപ്പ് ചെയ്യാതെ പല ഭാഗത്തും ബൾജ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പടവ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നാട്ടുംപുറമാണ്, ധാരാളം ആളുകൾ കുളിക്കാൻ ഈ തോട് ഉപയോഗിക്കുന്നതാണ്. അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി വേണ്ട രീതിയിൽ വെച്ചിട്ടില്ല. കെട്ടിയ വഴി തന്നെ ആകെ ഒരാൾക്ക് കട്ടി ഇറങ്ങാവുന്ന വഴി, അവിടെ നിന്ന് കുളിക്കാനോ തിരുമ്പാനോ പറ്റാത്ത ഒരവസ്ഥയുള്ള ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട്. 10 അടി ഉയരത്തിലാണ് പാർശ്വഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. സൈഡ് സ്ലോപ്പ് ചെയ്ത് നിർമ്മിക്കേണ്ട ഭിത്തി സ്ലോപ്പ് ചെയ്യാതെയാണ് നിർമ്മിച്ചതെന്നും നിർമ്മാണം കൃത്യതയോടെ പൂർത്തിയാക്കിയില്ലെങ്കിൽ BJP സമരവുമായി മുന്നിട്ടിറങ്ങുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ജനം, പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.